ഗൈസ് നമ്മൾ ആദ്യമായിട്ടാണ് ഈ കുറേ കാലയളവിൽ വന്നിട്ട് ഞാൻ ഈ ഓറഞ്ച് വെജിറ്റബിൾ ഫാമിൽ കയറണം കയറിയില്ല. എന്തായാലും ഒന്ന് കയറി നോക്കാം. ഫസ്റ്റ് ടൈം വിസിറ്റാണ്, ഇതുവരെ ഞാൻ പോയിട്ടില്ല. അതിൻ്റെ കൂടെ റേഞ്ചില്ലാണ്ട് പൈസ പോകാനില്ല. ബട്ട് ഓക്കെ ഗൈസ്, ഇത് എന്താണാവോ അല്ലേ? തുമ്പർജിയ എന്ന് പറഞ്ഞ ഒരു തരം എന്തൊരു സാധനമാണ് കേട്ടോ. ഫ്ലവർ ആണോ എന്താണെന്ന് അറിയാം. ഫ്ലവർ ആണല്ലേ? ഇത് നല്ല ഭംഗിയുണ്ട്. എന്തായാലും നിറയെ ചെടികളുണ്ട് അല്ലേ? വെറൈറ്റി ചെറിയ മഞ്ഞ, ചുവപ്പ്, ഓറഞ്ച്, റെഡ്. അതിനൊക്കെ കുരുമുളക് അങ്ങനെ കുരുമുളക്. നമുക്ക് അപ്പുറത്ത് ചെടി ഓറഞ്ച് പൊടിക്കാം. ഓറഞ്ച് കാട്ടിൽ കയറി ഓറഞ്ച്. ഇതെന്താ സാധനം? നല്ല രസമുണ്ടല്ലേ. ആദ്യമായിട്ട് ഇങ്ങനത്തെ ചെടികളൊക്കെ കാണണേ. വെറുതെ ഇരുതോ. അത് അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് അല്ലേ? ഇത് ബ്ലൂബെറി കളറല്ലേ അല്ലേ? പിന്നെന്താ? ഇതാന്ന് ഞാൻ കണ്ടുപിടിച്ചു ബ്ലൂബെറി. ഇതിനുള്ള ആൾക്കാർ റെസ്റ്റ് എടുക്കുന്നുണ്ട് അല്ലേ? ആ നൈസ്. ഇവിടെ ഫോട്ടോ എടുക്കാൻ പോയിട്ട് ഇത് കൂടെ ഇറങ്ങിയാലോ? ഞാൻ എപ്പോഴും നല്ല വഴി കൂടെ പോയില്ല, വളഞ്ഞ വഴി. ഇവിടെ നിന്ന് ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി. ഇത് നല്ലൊരു സംഭവമാണ്. എന്തായാലും വളരെ ഇഷ്ടമായി. ഇതിനുള്ളിൽ ഇത്രയും കാലം വന്നിട്ട് ഇത്ര നാളായിട്ട് കയറിയില്ല. ഇപ്പോഴാണ് ഇതിനുള്ളിൽ കയറുമ്പോൾ ഒത്തിരി സെറ്റപ്പ് ഉണ്ട്. ഞാൻ ഇപ്പോഴല്ലേ അറിയുന്നത്. പെൺകുട്ടികളൊപ്പം വന്നാലേ ഇതിനുള്ളിൽ വരാൻ പറ്റും. പൂക്കൾ പെൺകുട്ടികൾക്ക് ഇഷ്ടമായതുകൊണ്ട് അല്ലേ? ഇല്ല ഗൈസ്, ഭയങ്കര നൈസില്ല. എല്ലാവരുമായിട്ട് വന്നിരിക്കാനൊക്കെ. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അല്ലേ ഇവിടെ? അത് പറ്റുന്നുണ്ടാവില്ല അല്ലേ? ഒരു ചെറിയൊരു കുളമൊക്കെ ഉണ്ട്. നല്ല സെറ്റപ്പാണ് എന്തായാലും കേട്ടോ. ഇരിക്കാനേ ഞാൻ വലിയ കസേരി. ഞാൻ മെയിനാണ്. നീ എവിടെ ഇരിക്കാൻ പോകണം? ഞാൻ ഇവിടെ. ഇത് കാല് വെക്കാനാണ് ഗൈസ്. അപ്പോൾ സഹസ്രാംഗം നമിച്ചിരിക്കുന്നു. പിന്നെന്താ സെറ്റല്ലേ? എന്തായാലൊക്കെ ഇങ്ങനെ അതിനുള്ളിൽ വന്നിട്ട് ഇവിടെ കിടക്കാൻ പറ്റില്ല. വാ, ഇനി കഴിയും. നല്ല ഫാനും കൂടി വെച്ച സെറ്റ്. ഇതേ ഉണ്ടില്ല ആവശ്യത്തിൽ. പിന്നെ ഫാൻ്റെ ആവശ്യമില്ല അല്ലേ? ചെടികൾ വേണ്ടവർക്ക് ഇതിനുള്ളിൽ വന്ന് സുഖമായി ചെടികളൊക്കെ കുറെ കൊണ്ടുപോകട്ടോ. പലതരത്തിലുള്ള ചെടികളുണ്ട്. ഷോമ വന്ന് അതൊക്കെ തൂക്കിയിട്ട് പോകും. ചോദിക്കലും പറിച്ചിട്ടൊന്നുമില്ല. ഏത്? ഇതെല്ലാം ഉണ്ടല്ലോ. ഈ കളറില്ലല്ലോ. ഈ കളർ അതുണ്ടോ? അത് കണ്ടു, അത് കണ്ടു. ഇത് പുതിയ പുതിയ എന്തൊക്കെയോ ചെയ്യാനല്ലേ? തെങ്ങും വാഴയൊക്കെ ഉണ്ട്. ഇതാണ് ക്യാബേജ്, മുട്ടക്കോസ് അല്ലേ? മമ്മി പറഞ്ഞ ബ്രോക്കോളി പോലെ സാധനം ഇതാണ്. എന്തായാലും ഭംഗിയില്ലേ? അടിപൊളി. ഇതൊക്കെ എന്നെ വൃത്തിയിൽ കൾട്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു സംഭവമാണ്. ഇത് എന്തിനായിരിക്കും? വെളിക്ക് കൊണ്ടുപോകാനായിരിക്കുമോ? അറിയണ്ടാവില്ല. ഇത് അതിനിടയിൽ പഴം. പോകാൻ പറ്റില്ല. ഗൈസ്, നമുക്ക് ഈ ഏർമാടത്തിലേക്ക് കയറാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇപ്പോഴും അറിയണം. ഹായ്, ഐ എം എ ബ്ലോഗർ. ഭഗവാൻ, ഇത് കുറേ ഇട്ടില്ല ഓളിക്ക്. പിന്നല്ല, നീ എന്നെപ്പറ്റി എന്നെ നനച്ചേ. വാ, ഇതിന് ഓളെത്തി. സീന് സാധനോ അടിപൊളിയാക്കണല്ലേ? ഏറുമാടം. വാ, വാട്ടൻ ഏറുമാടം. ജാനുവാ ഏറുമാടം. ഇത് കുറേ ഉണ്ട് നടക്കാൻ. ഇത്തിരി ഒന്നും അല്ലത്. എനിക്ക് വയ്യ, വിശക്കണു. അയ്യോ ഗൈസ്, ഇത്രയും നാള് ഞാൻ ഈ ഫാമിൻ്റെ ഉള്ളിൽ ഇതുവഴി വന്നിട്ട് കേറിയിട്ടില്ല. പക്ഷെ നല്ല ആംബിയൻസ് ആണ് അല്ലേ? ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അവിടെയൊക്കെ ഉണ്ട് ഏറുമാടം. അതിലെടുക്കാം. സൂപ്പർ. ഇത്ര നല്ല സെറ്റപ്പ് ഇപ്പോഴാണ് അറിയണിട്ടാ. അന്നപ്പോൾ ഷോമ ഇവിടെ ഒന്ന് കയറിയിട്ടുണ്ടാവോ?
പേടിച്ചിട്ടുണ്ടാവും അല്ലേ? കുറേ കപ്പിൾസ് സംബന്ധി നൈസായാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ നമുക്ക് മുകളിലേ. എന്തായാലും ഈ ഓറഞ്ച് ഫാമിലുള്ള ഇതൊക്കെ ചിലവർ കുറേ പേര് കയറില്ല. ഇത്രയും ഇതിൽ കുത്തിനാറ് ജാനുവും പേടിയാണ്. പേടിക്കണ്ട, ഇറക്കിക്കോളൂ. ഞാൻ ഉണ്ട്. ജാനു പേടിക്കണ്ട. തിരിഞ്ഞിറങ്ങ്. ജാനു പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ട്. ജാനു പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ട്. എനിക്ക് പേടിയൊന്നുമില്ല. പേടിക്കണ്ട. കുത്തനമായൊരു സ്ഥലമാണ്, കുത്തനെ. ഇവിടെ വരണം കേട്ടോ. എൻ്റെ വേണ്ടി ഓറഞ്ച് ഫാമിൽ ഇങ്ങനെ സെറ്റപ്പ് ഞാൻ അപ്പോഴാണ്. വേണ്ട വേണ്ട വേണ്ട. അപ്പോൾ നമ്മൾ ഏറുമാടത്തിൽ കയറിയിട്ടുള്ളൂ ഗൈസ്. നമ്മൾ ഈ ഒരു ഉള്ളിൽ കൂടെ വന്നാൽ നമുക്കിനി ഇവിടെ പച്ചക്കറികളും ഓറഞ്ചും കാണാൻ പറ്റും. ഞാൻ ഓറഞ്ച് കണ്ടിട്ടില്ല. വരും പോയി നോക്കാം. തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ട. കാരണം ഒരിക്കലും ഇവിടുത്തെ ഒരു ഇതിന് കേട് വരുത്തരുത് കേട്ടോ. 500 ഫൈൻ കിട്ടും. ക്യാമറയൊക്കെ അവിടെ ആണെങ്കിലൊക്കെ ഉണ്ടാവും. നമ്മളൊന്നുമില്ല, അവർ ഒന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ ഗൈസ്, ഇത് നമ്മുടെ നെല്ലിയാമ്പതിൻ്റെ ഉള്ളിലുള്ള പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. ഞാൻ ചോദിച്ച മുന്തിരിയാണ് ഇത്. ഈ കാണുന്ന പോഷക അതൊക്കെ എന്താണ്? പേരക്കയുണ്ട്. ഇവിടെ കുറേ ഫ്ലവേഴ്സിൻ്റെ വരുന്ന ചെടികൾ. പിന്നെ ആ ഭാഗത്ത് ഓറഞ്ച്, വലിയ വലിയ നാരങ്ങ, ഉണ്ട നാരങ്ങ, അതിൻ്റെയൊക്കെയാണ് കേട്ടോ. ഈ ഒരു 10 വട്ടത്തോളം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് നെല്ലിയാമ്പതി. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് ഇത്തവണയാണ് കയറുന്നത്. ഇത്രയും നാൾ ഞാൻ കയറിയില്ല. പാഷൻ ഫ്രൂട്ട് അഥവാ പാസിഫ്ലോറ എഡ്യൂലിസ് എന്നതിനെ പറയും ശാസ്ത്രം നാമം. എന്താ അവിടെ? ബെസ്റ്റ്. ഇതൊക്കെ കാണാനല്ലേ നമ്മൾ വന്ന്. ഗൈസ്, ഇവിടെ കുറേ പഴങ്ങൾ കണ്ടോ? അതൊക്കെ പഴുത്തി തന്നെ അവർ വലിച്ചിട്ട് വേണ്ട എന്താ വെച്ചാൽ പാഷൻ ഫ്രൂട്ട് പോലെ ചെയ്യട്ടാ. ഗൈസ്, ഞങ്ങൾ ഉച്ചയ്ക്ക് കുറച്ച് ലൈറ്റ് ഫുഡ് ആക്കിയിട്ടു. ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ചപ്പാത്തി ഒരു മുട്ടക്കറിയും പറഞ്ഞു. ഹെവി ആയിട്ട് ഇപ്പോൾ കഴിക്കേണ്ട വിചാരിച്ചു ഞാനും. ഐ ഹാവ് സ്റ്റാമിന. ഭക്ഷണം കഴിച്ചിട്ട് ഈ 18-ാം പടി പോലത്തെ സ്റ്റെപ്പ് കയറാൻ പറഞ്ഞ വല്ലാത്തൊരു കഥ തന്നെ. ഗൈസ്, നമ്മൾ ലാസ്റ്റായിട്ട് നമ്മുടെ പോത്തുണ്ടി ഡാമിൽ ഒന്ന് വന്നു. സമയം ഏകദേശം 3-3:15 നല്ല വെയിലുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും തൽക്കാലം ഇപ്പോൾ നിലവിൽ ആരും ഇല്ല. അപ്പോൾ നമുക്ക് താഴെ പോയിട്ട് കുറച്ച് പാർക്കും കാര്യങ്ങളൊക്കെ അവിടെ ഒക്കെ പോയിരിക്കുക. സൈക്ലിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. അത്രേ ഉള്ളൂ അല്ലേ? അതിൻ്റെ മുകളിൽ കൂടെ സിപ്പ് ലൈൻ സൈക്കിളില്ലേ? തൊടുന്നീ നല്ലുണ്ട്. ഐ അട്ടി